ഹലോ. ഒരു എക്സ്പൊണൻഷ്യൽ ഫോമിൻ്റെ അവസാനത്തെ അക്കം ലാസ്റ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കുന്ന രീതിയാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഇതിനെപ്പറ്റി മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വേറെ ഒരു മെത്തേഡാണ്. ഇപ്പോൾ രണ്ട് വീഡിയോയും കണ്ടിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള രീതി തിരഞ്ഞെടുക്കാം. അപ്പം ഒരു എക്സ്പൊണൻഷ്യൽ ഫോമിനെ നമ്മൾ ക്യാപിറ്റൽ N റേസ് ടു സ്മോൾ n എന്ന ജനറൽ ഫോമിൽ പറയാം. അതായത് ഇപ്പോൾ 10⁻21 എന്ന് പറയുന്നൊരു സംഖ്യ വന്നിട്ട് ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാനായിരിക്കും ചോദിക്കുക. അപ്പോൾ ഈ ക്യാപിറ്റൽ Nൻ്റെ സ്ഥാനത്ത് 10ഉം സ്മോൾ n-ൻ്റെ സ്ഥാനത്ത് 21ഉം അങ്ങനെ ഓർത്താൽ മതി. കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഈ ക്യാപിറ്റൽ Nൻ്റെ അവസാനത്തെ സംഖ്യകൾ ഏതാണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഈ ടോട്ടൽ എക്സ്പ്രഷൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പം ക്യാപിറ്റൽ Nൻ്റെ അവസാനത്തെ സംഖ്യകൾ ഇന്നതൊക്കെ വന്നാൽ ഇന്ന രീതി ചെയ്യുക, ഇന്നതൊക്കെ വന്നാൽ മറ്റേ രീതി ചെയ്യുക, അങ്ങനെ വെച്ചാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു 3 സെറ്റ് സംഖ്യകളുണ്ട്. അതായത് ക്യാപിറ്റൽ Nൻ്റെ അവസാനത്തെ സംഖ്യ ഇന്ന സെറ്റിലുള്ള സംഖ്യ വന്നാൽ ഇന്ന രീതി ചെയ്യുക, ഇന്ന സെറ്റിലുള്ള സംഖ്യ വന്നാൽ ഇന്ന രീതി ചെയ്യുക. ഒന്നുമില്ല, ഞാൻ പറയുന്നത് മനസ്സിലാവും. അപ്പോൾ ആദ്യത്തെ സെറ്റ് എന്ന് പറയുന്നതാണ് 0, 1, 5, 6. അതായത് ഇതിലേതെങ്കിലും സംഖ്യയാണ് ക്യാപിറ്റൽ Nൻ്റെ അവസാനത്തെ അക്കമായിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ചെയ്യുക, താഴോട്ട് പറയുന്ന രീതിയിൽ ചെയ്യുക. അപ്പോൾ അത് കാര്യമൊന്നുമില്ല. ഇഫ് ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് ക്യാപിറ്റൽ N equals 0, 1, 5, 6, then ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് ക്യാപിറ്റൽ N റേസ് ടു n, അതായത് ടോട്ടൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ആ എക്സ്പൊണൻഷ്യൽ ഫോം, അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നതും ഈ പറയുന്ന സംഖ്യകൾ തന്നെയായിരിക്കും. അതായത് ഇപ്പോൾ 0 ക്യാപിറ്റൽ N റേസ് ടു n, ക്യാപിറ്റൽ Nൻ്റെ അവസാനത്തെ അക്കം എന്നുണ്ടെങ്കിൽ ഈ ടോട്ടൽ എക്സ്പ്രഷൻ, അതായത് ക്യാപിറ്റൽ N റേസ് ടു സ്മോൾ n-ൻ്റെ അവസാനത്തെ അക്കവും 0 തന്നെയായിരിക്കും. ഇപ്പോൾ 5 ആണെങ്കിൽ 5 തന്നെയായിരിക്കും. അപ്പം ഒരു ഉദാഹരണം നോക്കാം. 120 റേസ് ടു 32. അതായത് ക്യാപിറ്റൽ Nൻ്റെ സ്ഥാനത്ത് 120 120ൻ്റെ അവസാനത്തെ സംഖ്യ 0. അപ്പം ഈ ടോട്ടൽ എക്സ്പ്രഷൻ്റെ, അതായത് 120 32 പ്രാവശ്യം ഗുണിച്ച് കിട്ടുന്ന ആ സംഖ്യയുടെ അവസാനത്തെ അക്കവും 0 തന്നെയായിരിക്കും. ഇപ്പോൾ 25 റേസ് ടു 25 പറഞ്ഞാൽ 25 ക്യാപിറ്റൽ Nൻ്റെ സ്ഥാനത്ത്, അതിൻ്റെ അവസാനത്തെ അക്കം എന്ന് പറഞ്ഞാൽ 5. അപ്പം 25 റേസ് ടു 25 എന്ന് പറയുന്ന സംഖ്യയുടെ, അതായത് 25 പ്രാവശ്യം ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം എന്ന് പറയുന്നത് 5 തന്നെയായിരിക്കും. ഇപ്പം 36 റേസ് ടു 21 ആണെങ്കിൽ 36 ക്യാപിറ്റൽ Nൻ്റെ സ്ഥാനത്ത്. അപ്പം 36ൻ്റെ അവസാനത്തെ അക്കം 6. അപ്പം 36 റേസ് ടു 21, അതായത് 36 21 പ്രാവശ്യം ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കവും 6 തന്നെയായിരിക്കും. അപ്പം ഈ പറയുന്ന സെറ്റ് സംഖ്യ ഓർത്തിരിക്കും. ഇതാണ് ആദ്യത്തെ സെറ്റ്. ഇനി രണ്ടാമത്തെ സെറ്റ് എന്ന് പറയുന്നത് 4, 9. അതായത് ക്യാപിറ്റൽ Nൻ്റെ അവസാനത്തെ സംഖ്യകൾ 4, 9 വന്നാൽ ഈ പറയുന്ന രീതി ചെയ്യുക. അത് 4നും 9നും ഓരോ രീതിയാണ്. അപ്പോൾ ആദ്യത്തെ രീതി 4 തന്നെ ഇടുക. അപ്പം 4 വന്നാൽ നമ്മൾ ഈ സ്മോൾ n റേസ് ടു കിടക്കുന്ന ആ സ്മോൾ n-ഉം കൂടെ നോക്കും. അതായത് ഇഫ് സ്മോൾ n ഈസ് ഓഡ്, സ്മോൾ n ഒരു ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് n റേസ് ടു n എന്ന് പറയുന്നത്, n റേസ് ടു n എന്ന് പറഞ്ഞാൽ എക്സ്പൊണൻഷ്യൽ ഫോം, ടോട്ടൽ എക്സ്പ്രഷൻ്റെ അവസാനത്തെ അക്കം എന്ന് പറയുന്നത് 4 തന്നെയായിരിക്കും. ഇനി ഇഫ് സ്മോൾ n ഈസ് ഈവൻ, സ്മോൾ n ഒരു ഈവൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് n റേസ് ടു n, അതായത് ടോട്ടൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ എക്സ്പൊണൻഷ്യൽ ഫോമിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 6. അത് ഓർത്തിരിക്കുക. ഇനി രണ്ടാമത്തെ സെറ്റ് എന്ന് പറയുന്നത് 9. അതായത് ക്യാപിറ്റൽ Nൻ്റെ അവസാനത്തെ അക്കം 9 വന്നാൽ അവിടെ നമ്മൾ സ്മോൾ n നോക്കും. ഇഫ് സ്മോൾ n ഈസ് ഓഡ്, സ്മോൾ n ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് ക്യാപിറ്റൽ N റേസ് ടു സ്മോൾ n എന്ന് പറയുന്നത് 9 തന്നെയായിരിക്കും. ഓടാണെങ്കിൽ ആ സെയിം നമ്പർ തന്നെയായിരിക്കും. ഇനി ഈവൻ ആണെങ്കിൽ ഇഫ് സ്മോൾ n ഈസ് ഈവൻ,
സ്മോൾ n ഒരു ഈവൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് ക്യാപിറ്റൽ N റേസ്റ്റ് ടു സ്മോൾ n എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. ഇനി ഒരു സെറ്റ് സംഖ്യകളും കൂടെ ഉണ്ട്, മൂന്നാമത്തെ സെറ്റ്. അതാണ് 3, 7, 2, 8. അതായത് സ്മോൾ എന്നിൻ്റെ അവസാനത്തെ സംഖ്യ ഈ 3, 7, 2, 8 ആണെങ്കിൽ താഴോട്ട് പറയുന്ന രീതിയിൽ ചെയ്യുക. അപ്പം ഇതിലാദ്യത്തെ സംഖ്യ തന്നെ എടുക്കാം, 3. സ്മോൾ ക്യാപിറ്റൽ എന്നിൻ്റെ അവസാനത്തെ സംഖ്യ 3 വന്നാൽ ഈ പറയുന്ന രീതിയിൽ ചെയ്യുക. അവിടെ നമ്മൾ സ്മോൾ എന്നിൻ്റെ കാര്യം എടുക്കണം. പക്ഷേ ഓടാണോ ഇവനാണോ എന്നല്ല നോക്കുന്നത്. സ്മോൾ n ഡിവൈഡഡ് ബൈ 4 ചെയ്യുക, എന്നിട്ട് അതിൻ്റെ റിമൈൻഡർ കണ്ടുപിടിക്കുക. റിമൈൻഡർ മാത്രം മതി. സ്മോൾ n ഡിവൈഡഡ് ബൈ 4 ചെയ്തിട്ട് അതിൻ്റെ റിമൈൻഡർ കണ്ടുപിടിക്കുക. എന്നിട്ട് ആ റിമൈൻഡർ ഏതൊക്കെ വരാൻ സാധ്യതയുണ്ട്? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ 0 വരാം, 1 വരാം, 2 വരാം, 3 വരാം. എന്നിട്ട് അതിനൊരു ടേബിളുണ്ട്. അതായത് റിമൈൻഡർ ഇന്നതൊക്കെ വന്നാൽ ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് ടോട്ടൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ n റേസ്റ്റ് ടു n എന്ന് പറയുന്നത് ഇന്നത് വരാമെന്നൊരു ടേബിളുണ്ട്. ആ ടേബിൾ വെച്ച് ഓർത്തിരിക്കുക. ഇപ്പോൾ റിമൈൻഡർ 0 വന്നാൽ യൂണിറ്റ് പ്ലേസ് ഓഫ് n റേസ്റ്റ് ടു n അല്ലെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് n റേസ്റ്റ് ടു n എന്ന് പറയുന്നത് റിമൈൻഡർ 0 വന്നാൽ 1 ആയിരിക്കും. റിമൈൻഡർ 1 വന്നാലോ ലാസ്റ്റ് ഡിജിറ്റ് 3 ആയിരിക്കും. റിമൈൻഡർ 2 വന്നാൽ ലാസ്റ്റ് ഡിജിറ്റ് 9 ആയിരിക്കും. റിമൈൻഡർ 3 വന്നാൽ ലാസ്റ്റ് ഡിജിറ്റ് 7 ആയിരിക്കും. അത് ഓർത്തിരിക്കുക. ഈ ടേബിള് ഓർത്തിരിക്കുക. ഇനി രണ്ടാമത്തേത് എന്ന് പറയുന്നത് 7 ക്യാപിറ്റൽ എന്നിൻ്റെ അവസാനത്തെ അക്കം 7 വന്നാൽ ഈ പറയുന്ന രീതിയിൽ ചെയ്യുക. അതും സെയിം രീതി തന്നെയാണ്. റിമൈൻഡർ ഓഫ് n ഡിവൈഡഡ് ബൈ 4 കാണണം. എന്നിട്ട് ഇതേപോലൊരു ടേബിൾ അവിടെയുമുണ്ട്. റിമൈൻഡർ എപ്പോഴും 1, 2, 1, 2, 3 വരത്തുള്ളൂ. കാരണം 4 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് 3 വരെയുള്ള റിമൈൻഡേഴ്സ് വരാനേ സാധ്യതയുള്ളൂ. അവിടെയും ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് n റേസ്റ്റ് ടു n എന്ന് പറയുന്നത് റിമൈൻഡർ 0 വന്നാൽ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. റിമൈൻഡർ 1 വന്നാൽ ലാസ്റ്റ് ഡിജിറ്റ് 7 ആയിരിക്കും. റിമൈൻഡർ 2 വന്നാൽ ലാസ്റ്റ് ഡിജിറ്റ് 9 ആയിരിക്കും. റിമൈൻഡർ 3 വന്നാൽ ലാസ്റ്റ് ഡിജിറ്റ് 3 ആയിരിക്കും. ഈ ടേബിള് ഇവിടെയും പഠിക്കേണ്ടതുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്ന സംഖ്യ 8 അല്ല 2. 8 അവസാനം നോക്കാം. ഇപ്പോൾ 2 നോക്കിയാൽ ഇവിടെയും കാണേണ്ടത് റിമൈൻഡർ ഓഫ് n ഡിവൈഡഡ് ബൈ 4 ആണ്. ആ റിമൈൻഡർ കണ്ടുപിടിച്ച് ഇവിടെയുമുണ്ട് ഒരു ടേബിൾ. റിമൈൻഡർ 0 വരാം, 1 വരാം, 2 വരാം, 3 വരാം. എന്നിട്ട് ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് n റേസ്റ്റ് ടു n എന്ന് പറയുന്നത് റിമൈൻഡർ 1 വന്നാൽ അല്ല റിമൈൻഡർ 0 വന്നാൽ യൂണിറ്റ് പ്ലേസ് എന്ന് പറയുന്നത് 6 ആയിരിക്കും. ഇനി റിമൈൻഡർ 1 വന്നാലോ യൂണിറ്റ് പ്ലേസ് 2 ആയിരിക്കും. ഇനി റിമൈൻഡർ 2 വന്നാൽ യൂണിറ്റ് പ്ലേസ് 4 ആയിരിക്കും. ഇനി റിമൈൻഡർ 3 വന്നാൽ യൂണിറ്റ് പ്ലേസ് 8 ആയിരിക്കും. ഓക്കെ, ടേബിൾ ഓർത്തിരിക്കേണ്ട കാര്യമേ ഉള്ളൂ. എന്നിൻ്റെ യൂണിറ്റ് പ്ലേസ് ഏതാണെന്ന് നോക്കുക. എന്നിട്ട് ഈ പറയുന്ന സംഖ്യകളിലുള്ള ഏതെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. സ്മോൾ n ഡിവൈഡഡ് ബൈ 4 ചെയ്യാൻ റിമൈൻഡർ കണ്ടുപിടിക്കുക. റിമൈൻഡർ വെച്ച് ഈ ടേബിളിൽ അപ്ലൈ ചെയ്തിട്ട് ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് ടോട്ടൽ എക്സ്പ്രഷൻ ഇവിടുന്ന് തന്നെ കണ്ടുപിടിക്കുക. ഇനി ഇതിൽ അവസാനത്തെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഒരു നമ്പരും കൂടെ ഉണ്ട്. അതാണ് 8. 8നും ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അവിടെയും റിമൈൻഡർ ഓഫ് n ഡിവൈഡഡ് ബൈ 4 കണ്ടുപിടിക്കുക. എന്നിട്ട് അവിടെയും ടേബിളുണ്ട്. റിമൈൻഡർ 0, 1, 2, 3 വരാം. അവിടെയും ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് n റേസ്റ്റ് ടു n എന്ന് പറയുന്നത് റിമൈൻഡർ 0 വന്നാൽ ലാസ്റ്റ് ഡിജിറ്റ് 6 ആയിരിക്കും. റിമൈൻഡർ 1 വന്നാൽ ലാസ്റ്റ് ഡിജിറ്റ് 8 ആയിരിക്കും. റിമൈൻഡർ 2 വന്നാലോ ലാസ്റ്റ് ഡിജിറ്റ് 4 ആയിരിക്കും. റിമൈൻഡർ 3 വന്നാൽ ലാസ്റ്റ് ഡിജിറ്റ് 2 ആയിരിക്കും. ഇനി വേണമെങ്കിൽ പെട്ടെന്ന് ഒരു ഉദാഹരണങ്ങളോടെ നോക്കാം. ഇത് നോക്കാം, 3. ഇപ്പം 3 വരുന്നൊരു സംഖ്യ 23. 23 റേസ്റ്റ് 14 ചെയ്യാം.
അവസാനത്തെ 3 അല്ലേ? അവിടെ നമ്മൾ 14 ഡിവൈഡഡ് ബൈ 4 ചെയ്യുക അല്ലേ? 3 നമ്മൾ സ്മോൾ n ഡിവൈഡഡ് ബൈ 4 ചെയ്യും. സ്മോൾ n എന്ന് പറയുന്നത് 14. 14/4 ചെയ്ത് കഴിയുമ്പോൾ റിമൈൻഡർ വരുന്നത് 2 ആണ്. റിമൈൻഡർ 2 എന്ന് കഴിയുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് ടോട്ടൽ എക്സ്പ്രഷൻ, അതായത് 23 × 14 ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം 9 ആയിരിക്കും. അതേപോലെ തന്നെ ഇതിന് ഓരോ എക്സാമ്പിൾസ് ഇട്ട് നോക്കി നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയാലും ഈ ഉത്തരം തന്നെ കിട്ടും. ഓക്കെ, താങ്ക് യു.